രാഹുൽ ഗാന്ധിയുടെ ബഹളത്തിൽ എനിക്ക് മനസ്സിലാവാത്തത് അതാണ്. വോട്ട് ചോരി എന്നങ്ങനെ പറയുന്നു. ആദ്യത്തെ 1-2 ദിവസം മലയാളം മീഡിയയൊക്കെ വോട്ട് ചോരി, പിന്നെ ആ വാക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല. ചില വാക്കുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സമൂഹത്തിൽ ഇറക്കി വിട്ടില്ലെങ്കിൽ അത് ചീറ്റിപ്പോവും. ഇപ്പം ചൗക്കിദാർ ചോർ ഹെ, അത് ചീറ്റിപ്പോയി. അല്ല, അതിൻ്റെ ഫലമുണ്ടായില്ല. പക്ഷെ ആ വാക്ക് ആൾക്കാർ ചൗക്കിദാർ ചോർ ഹിന്ദിയാണ്. വോട്ട് ചോരിക്ക് സംഭവിച്ചത് വോട്ട് ഇംഗ്ലീഷാണ്, ചോരി ഹിന്ദിയാണ്. വോട്ട് ചോരി മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വോട്ട് ചോർന്നു ഈ ഒരു ഇമ്പ്രഷനാണ് ഉണ്ടാകുന്നത്, വോട്ട് ചോരി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മാധ്യമങ്ങൾ അത് മാറ്റിയിട്ട് വോട്ട് മോഷണം, വേറൊരു ചാനലിൽ വോട്ട് കൊള്ള. ഇതോടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് അങ്ങ് ഇല്ലാതെ പോകും. ഇപ്പം നോക്കിയോ, തെക്കന്മാരും വടക്കന്മാരും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. ഭംഗിയുള്ളൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ത് വാങ്ങിക്കോട്ടെ, എന്തിനു ഉപയോഗിക്കുന്നു? വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വേർഡ് കോയിൻ ചെയ്തവനെ സമ്മതിക്കണം. ഇപ്പം ഇതുപോലെ ആയിരിക്കണം ഒരു മുദ്രാവാക്യം കോയിൻ ചെയ്യുന്നത്. അപ്പോൾ വോട്ട് ചോരി ചീറ്റിപ്പോയത് തെക്കോട്ടൊക്കെ ചീറ്റിപ്പോകും. ഇത് തുടങ്ങുമ്പോഴേ അറിയാം. ആ പത്രസമ്മേളനം തുടങ്ങുമ്പോഴത്തേനും മൊത്തം അവലക്ഷണമായിരുന്നു. പലതവണ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രൊജക്ടർ ഓഫായിപ്പോയി. പിന്നെ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഏറ്റവും അവസാനമായിരുന്നു കോമഡി. രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനഗണമനയുടെ പാട്ടം കേട്ടു, ദേശീയഗാനം. പുള്ളി ഓടിപ്പോയി മേശപ്പുറത്ത് മൈക്ക് വെച്ചിട്ട് അറ്റൻഷനായിട്ട് നിന്നു. അത് കാണേണ്ട കാഴ്ചയായിരുന്നു. ആരും ആ പത്രസമ്മേളനം മുഴുവൻ ഇരുന്ന് കണ്ടില്ല. ഞാനിരുന്ന് കണ്ടു, 1 മണിക്കൂറിലധികം ഉണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടപ്പോഴാണ് ഈ തമാശകളൊക്കെ എനിക്ക് മനസ്സിലായത്. യൂട്യൂബിലാണ് കണ്ടത്, മറ്റേ നടക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ വലിയ തമാശയായിരുന്നു ഇവരുടെ.